കോവിഡിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടാവുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ കേരളത്തിൽ തന്നെയാണ് എന്നാണ് വിവരം. ഇതുവരെ 3625 കേസുകളാണ് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് 750 കേസാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് 750 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മരണവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടിൻഡു ദാസ് തുടരുകയാണ്, ഇതിൻ്റെ വിവരങ്ങൾ കൂടി നൽകും. ടിൻഡു, കോവിഡ് കേസുകൾ വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതേസമയം വലിയ തീവ്രത കൂടിയ വൈറസ് അല്ല ഇത്തവണത്തേത് എന്ന് കൂടിയുള്ളതാണ് ഒരാശ്വാസം. എന്ന് പറയുമ്പോഴും ഈ മരണം റിപ്പോർട്ട് ചെയ്യുന്നതുമുണ്ട് കണക്കുകളിൽ. അപ്പോൾ എന്താണ് ഒരു വിലയിരുത്തൽ ആരോഗ്യരംഗത്ത്? വീണ, സംസ്ഥാനത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനത്താണെന്ന കണക്കുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതുവരെ 3625 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 70 കേസുകളാണ് പോസിറ്റീവ് കേസുകളായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗതീവ്രത കുറഞ്ഞതും അതോടൊപ്പം തന്നെ വ്യാപനശേഷി കൂടുതലുമായിട്ടുള്ള വൈറസ് മ്യൂട്ടേഷൻ സംഭവിച്ച കോവിഡ് വൈറസാണ് സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നത് എന്ന കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലുമാണ് ഏറ്റവും കൂടുതൽ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നതോടൊപ്പം തന്നെ ഈ മരണ റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് ഏറ്റവും കൂടുതലും ഇത് അനുബന്ധ രോഗങ്ങളും പ്രായമായവരിലുമാണ് കാണപ്പെടുന്നത് എന്നും ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നുണ്ട്. ഈ ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ JN വകഭേദങ്ങളായ LF7, XFG ആണ് കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുപെടുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ സംയോജകമായിട്ടുള്ള മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസുകളും പടർന്നു പിടിക്കുന്നുണ്ടോ എന്നൊരു കാര്യം ആരോഗ്യ വിഭാഗം പരിശോധിക്കുന്നുണ്ട്. ഈ വകഭേദങ്ങൾക്ക് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ജിനോമിക് ടെസ്റ്റുകൾ മറ്റും നടന്നു വരികയാണ്. കാരണം ഈ രണ്ട് വൈറസുകളും സംയുക്തമായി ചേർന്നുകൊണ്ട് മറ്റ് മ്യൂട്ടേഷൻ വൈറസുകൾ സംഭവിക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള പുതിയ വൈറസുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ വൈറസുകൾ എങ്ങനെയാണ് വ്യാപനശേഷി, എങ്ങനെയാണ് അത് ശരീരത്തെ ബാധിക്കുന്നത്, എങ്ങനെയാണ് അതിനെ തടയുക തുടങ്ങിയ കാര്യങ്ങളാണ് ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ RRT യോഗങ്ങൾ ചേർന്നുകൊണ്ട് അനലൈസ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാ ആശുപത്രികളിലും RT-PCR സംവിധാനങ്ങൾ, ടെസ്റ്റ് നടത്താനുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓക്സിജൻ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, എല്ലാ ആശുപത്രിയിലും കിടക്ക സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് കോവിഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഐസൊലേഷൻ സംവിധാനങ്ങളെല്ലാം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പായിട്ട് നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രികളിൽ നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കുക. അതോടൊപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിലും ആരോഗ്യ മേഖലകളിലും പ്രവർത്തിക്കുന്ന ജീവനക്കാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ തീർച്ചയായിട്ടും മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. എന്തായാലും കോവിഡിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഔട്ട്ബ്രേക്ക് അല്ലെങ്കിൽ കോവിഡിൻ്റെ ഒരു മ്യൂട്ടേഷൻ ഔട്ട്ബ്രേക്ക് ആയിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഈ ജനിതക മാറ്റം സംഭവിച്ചുകൊണ്ടുള്ള വൈറസുകളാണ് സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നത്. ഇന്നലെ മാത്രം 750 കേസുകളാണ് പോസിറ്റീവ് കേസുകളായിട്ട് സ്ഥിരീകരിച്ചത്. 3625 കേസുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലാണ്. വീണ.